ഇന്ന് മാധ്യമങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഗൗരവമുള്ളത് തന്നെ. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റൊന്നും ഇതേ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നു. അഥവാ RSSന്റെ നേതൃത്വത്തിലുള്ള RSSന്റെ ശാഖകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ വ്യാസവിദ്യാപീഠം മാനേജ്മെന്റിന്റെ വടക്കന്തറ വിദ്യാനികേതൻ LP സ്കൂളിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കുട്ടിയടക്കം 3 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത നിങ്ങളിൽ എത്ര പേരുടെ മുന്നിലേക്ക് അതീവ പ്രാധാന്യത്തോടെ എത്തി എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ഇതേ പ്രാധാന്യത്തോടു കൂടി ഏത് രാഷ്ട്രീയക്കാരനാണ് RSSനെ വിമർശിച്ച് രംഗത്ത് വന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? ഇത്ര വലിയ ചെറിയ ബോംബുണ്ടായാലും അതിനെ പർവ്വതീകരിക്കുന്ന വലിയ ബോംബാക്കി മാറ്റുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത കണ്ടില്ല? എന്തുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് ആ വാർത്ത എത്തിച്ചില്ല? ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടോടെയാണ് ഏറെ ഗുരുതരമായ ഒരു സംഭവം പാലക്കാട് ജില്ലയിൽ നടക്കുന്നത്. ഈ സ്കൂൾ വളപ്പിലാണ് കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ കളിക്കാൻ എത്തുന്നത്. ഇങ്ങനെ കളിക്കാൻ എത്തിയ ഒരു കുട്ടിക്കും സമീപ പ്രദേശങ്ങളിലെ ലീലാമ്മ, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന 2 പേർക്കുമാണ് ഈ ബോംബ് പൊട്ടിക്കൊണ്ട് പരിക്കേറ്റത്. നൂല് ചുറ്റിയ തോട്ട രൂപത്തിലുള്ള 4 ബോംബുകളാണ്, 1ഉം 2ഉമല്ല 4 ബോംബുകളാണ് സ്കൂൾ പരിസരത്ത് നിന്ന് കണ്ടെത്തുന്നത്, സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ എങ്ങനെ ഈ സ്ഫോടന വസ്തുക്കൾ എത്തി എന്നത് അന്വേഷിക്കേണ്ട ഒന്നാണ്. മാത്രവുമല്ല, സ്കൂൾ കോമ്പൗണ്ടിലാണ് RSSന്റെ ശാഖകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് RSSന്റെ ജില്ലാ കാര്യാലയവും പ്രവർത്തിക്കുന്നത്. ഈ ബോംബ് സ്ഫോടനം നടന്ന ഉടനെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C രാധാകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് നടത്തിയ വിശദീകരണത്തിൽ പറഞ്ഞത്, സ്കൂളിൽ സ്ഫോടനം നടന്ന ദിവസം രാവിലെയും സംഘത്തിൻ്റെ ശാഖ നടന്നിരുന്നുവെന്നും ഇവിടെ ഇത് പതിവാണ്, അഥവാ ഈ ശാഖ നടക്കൽ പതിവാണ് എന്നും സ്കൂൾ RSS നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിൻ്റെതാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ബോംബ് വന്ന വഴി അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങളും കൊലയാളികൾ കയറി നിറങ്ങുന്ന ഇടവും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ കൊല്ലപ്പെട്ട സംഭവവും മറ്റൊക്കെ നടന്നത് നമുക്കറിയാം. ഇത്തരം കൊലക്കളങ്ങളാകുന്ന സ്കൂളുകളുമെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മുൻപ് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മുടെ കേരളം മാറി, നമ്മുടെ വിദ്യാഭ്യാസ ചിന്ത മാറി, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖം മാറി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചത്. എന്നാൽ ഈ ആധുനിക കാലത്തും ഇത്തരം പ്രവണതകൾ നടക്കുന്നത് എന്തുമാത്രം പൈശാചികമാണ് എന്ന് നമ്മൾ ഓർക്കണം. പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾ വളരെ ഗൗരവമായി നടന്നതായി അറിവില്ല. സാധാരണയായി കണ്ടുവരുന്ന രാഷ്ട്രീയ സംഘടനകൾ എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് അവസ്ഥയിലുള്ളതാണെങ്കിൽ പോലും ഒരു സ്കൂളിനകത്തേക്ക് ബോംബ് കൊണ്ടുവെക്കാൻ, അതും വളരെ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. നമ്മൾ നോക്കൂ, എന്നിട്ടും ഇവിടെ ബോംബ് വന്നുവെങ്കിൽ അത് അത്രമേൽ ഗൗരവമുള്ളതാണ്. ഒരു കാര്യം മാത്രം ആലോചിക്കുക, ആ ബോംബ് സ്കൂൾ സമയത്താണ് പൊട്ടുന്നതെങ്കിൽ എത്ര കുട്ടികളുടെ ചോര, എത്ര കുട്ടികൾ കൂട്ടത്തോടെ ആ സ്ഫോടനത്തിന് ഇരയാകുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര കുട്ടികളുടെ ചോര നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമേ സംഭവിച്ചുള്ളൂ എന്നത് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്. നമ്മൾ ആലോചിക്കുക, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ ബോംബ് സ്കൂളിൽ എങ്ങനെ എത്തി എന്നതാണ് അതിൽ ഒന്നാമത്തേത്. വൈകുന്നേര സമയം വരെ ആ ബോംബ് അവിടെ തുടർന്നത് ഏതുദ്ദേശത്തിലാണ്? ഇനി വൈകുന്നേരമാണ് ആ ബോംബ് അവിടെ എത്തിയതെങ്കിൽ അതിന് പിന്നിലുള്ള വികാരം എന്താണ്? എന്തിനാണ് RSS ക്യാമ്പുകൾ സ്കൂളിൽ വെച്ച് നടത്തുന്നത്? സ്കൂളിനെ ഭീകര കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയോടും സർക്കാരിനോടുമാണോ? RSSന് ശാഖ നടത്താൻ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് ലഭ്യമാക്കുന്നത് എന്തർത്ഥത്തിലാണ്? എന്ത് നടപടിയാണ് സർക്കാരും പോലീസും വിഷയത്തിൽ കൈക്കൊള്ളുന്നത്? നേരത്തെയും പലതരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSSും സംഘപരിവാർ സംഘടനകളും അവരുടെ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി എല്ലാ കുട്ടികളുടെയും കഴിവുകളെക്കുറിച്ചൊക്കെ എപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെക്കുന്ന ആളാണ്. കുട്ടികളുടെ വിഷയത്തെ അപ്പൂപ്പനായി അവതരിപ്പിക്കാനൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ആളാണ്. പക്ഷെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ ഈ വിഷയകരമായിട്ടൊന്നും തന്നെ മന്ത്രി പ്രതികരിച്ചത് കാണുന്നില്ല. എന്തേ മന്ത്രിക്ക് ഈ വിഷയം അറിയാത്തത് കൊണ്ടാണോ? ഇനി അങ്ങനെയല്ല, ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടാണോ? എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന നടപടി എന്ന് പറയാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഇനി ഈ സംഭവം മറ്റേതെങ്കിലും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെയോ മറ്റ് മാനേജ്മെൻറ്റുകളുടെയൊക്കെ കീഴിലുള്ള സ്കൂളുകളിലോ അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ പ്രദേശങ്ങളിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ, എന്താകുമായിരുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുമായിരുന്ന ചർച്ചകൾ, പ്രതിഷേധങ്ങൾ, നിരൂപണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വാർത്തകളുടെ വിസ്ഫോടനങ്ങൾ. ഇവിടെ പ്രതി തീവ്ര ഹിന്ദുത്വമാണ്, RSS ആണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറഞ്ഞ് RSSനെ എത്ര സമർത്ഥമായാണ് ഇവർ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് കേരളം ആലോചിക്കണം, ചിന്തിക്കണം. സംസ്ഥാനതലത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്തയിൽ ഇത് മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ ന്യായത്തിന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. ഏതായാലും വാർത്തകൾ മറക്കാനുള്ളതല്ല, ഉയർത്തുവാൻ തന്നെയുള്ളതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്തയാണെങ്കിലും അതോടൊപ്പം തന്നെ RSSൻ്റെ ശാഖ നടത്തിയ സ്കൂളിൽ ബോംബ് സ്ഫോടനം നടന്ന, ബോംബ് പൊട്ടിത്തെറിച്ച വാർത്തയാണെങ്കിലും അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ്. വിഷയം ഗൗരവതരമാണ്. waytonikah.com, the exclusive Muslim matrimonial site.